ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പുതിയ മെത്തേഡിൽ പഴം നിറച്ച് കാണിക്കാനാണ്. സാധാരണ നിറയ്ക്കുന്ന പോലെയല്ല, ഒരു പുതിയ ടൈപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി മൈദ എടുത്തിട്ടുണ്ട്. സാധാരണ മൈദയൊന്നും എടുക്കൂലല്ലോ അങ്ങനെ. തേങ്ങ, പഞ്ചസാര, കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചതാണിത്, കുറച്ച് ഏലക്കായൻ്റെ പൊടിയും, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നിറയ്ക്കുന്നത്. പിന്നെ ഈ മൈദേനെ നമുക്ക് കുഴച്ചെടുക്കണം. എന്നിട്ട് അപ്പോൾ ഞാനിത് കുഴക്കാൻ നോക്കട്ടെ. അപ്പോൾ കുറച്ച് വെള്ളം കുഴഞ്ഞ് ഇതിൽ കുറച്ച് മധുരവും കൂടി ഇട്ടേക്കാം. നമ്മളിത് പരത്തി എടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് കുറച്ച് മധുരവും കൂടി ഇട്ടിട്ട് കുഴച്ചേക്കാം നമുക്ക് ഒരു ലേശം. എന്നിട്ടാണ് ഇത് പരിപാടി. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ പറയണേ. ഇതേപോലെ ആരെങ്കിലും പഴം നിറച്ചതാക്കിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നില്ലേ, അതേപോലെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. എന്നിട്ട് പരത്തിയിട്ടാണ് എടുക്കുക. അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് പരത്തുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കുക, പരത്തിയെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരുപാട് ഇതാക്കിയിട്ട് പരത്തുക. നല്ല വെള്ളം ജാസ്തിയായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ പരത്തൽ നടക്കില്ലല്ലോ. എല്ലാം നോക്കി നോക്കി ചെയ്യണം നമ്മൾ. അപ്പം ഞാനിതെല്ലാം കുഴച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാനിതാ കുഴച്ചെടുത്തിട്ട് വന്നിട്ട് ഇനി ഇത് പരത്തട്ടെ. ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തുന്നുണ്ട്. ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഗോതമ്പ് പൊടി ഇല്ല, അതാണ് ഞാനിപ്പം മൈദ എടുക്കാൻ കാരണം. അപ്പോൾ നല്ല നൈസായിട്ട് പരത്തിക്കോളണം. പരത്തി. അപ്പോൾ ഒരു പഴമെടുത്തു. അപ്പോൾ ഞാൻ ഈ സാധനം ഇതിലേക്ക് നിറയ്ക്കുന്നുണ്ട്. നിറച്ചു. ഇനി അടുത്തേനെ കൊണ്ട് നമുക്ക് പൊത്തി വെക്കാം. പൊത്തി വെച്ച്. അപ്പോൾ ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കുക. നല്ല അടിപൊളിയായിട്ട് തിരിച്ചിങ്ങനെയും വെക്കുക, ഇങ്ങനെയും വെക്കുക. കണ്ടല്ലോ, ഒട്ടിച്ച പോലെ ആയിക്കോളൂ. എന്നിട്ട് ഇതാണ് പരിപാടി. ഇതാണ് നമ്മളെ പുതിയ പഴം നിറച്ചത്. ഇനി ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ മാത്രമേ ഇതിൻ്റെ ഫിനിഷിങ് ആവും. ഇങ്ങനെയാണ് എല്ലാം ആക്കിയെടുക്കേണ്ടത്. കണ്ട, ഇവിടെ ഒട്ടിച്ച പോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആടെ ഒട്ടി അവിടെ നിന്നോളൂ, ഒന്നും പുറത്തേക്കൊന്നും പോവില്ല. എല്ലാം ഞാൻ അതേപോലെ ആക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. ഇതേപോലെ ആക്കിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊരു പുതിയ മെത്തേഡല്ലേ ഗൈസ്, അല്ലേ? എല്ലാവരും ഇങ്ങനെ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ആക്കി നോക്കണേ. നല്ല അടിപൊളിയാണ്. മധുരമെല്ലാം ആവശ്യത്തിന് ഇട്ടുള്ളൂ. ഞാൻ ഒരുപാട് പഞ്ചസാര ഇട്ടിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിത് പ്ലേറ്റിലാക്കിയിട്ട് ഇട വെക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ എല്ലാം ആക്കിയെടുക്കട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം അടുത്തെടുത്ത് അപ്പോൾ ഇതാ, ഇനി ഇതും ഞാൻ അതേപോലെ പരത്തിയിട്ടാക്കട്ടെ. അപ്പോൾ ഇതാ ഗൈസ്, ഇതാണ് പുതിയ മെത്തേഡിലുള്ള പരിപാടി. ഇതാണ്, കണ്ടല്ലോ. അപ്പോൾ ഇനി ഞാനിത് പാന് വെച്ചിട്ട് ഇത് ചുട്ടെടുക്കണം നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട്
പാൻ വെക്കട്ടെ. പാൻ വെച്ച് അപ്പോൾ പാനിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് നെയ്യാണേ. നെയ്യിലാണ് നമ്മളിത് തിരിച്ച് മറിച്ച് വിട്ട് എടുക്കുന്നത്. ഒരുപാട് നെയ്യൊന്നും ആക്കുന്നില്ല, കുറച്ച് മാത്രം. അപ്പോൾ ഓക്കെ. ഇപ്പം നെയ്യ് ഒന്ന് ചൂടായി ഉരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. റെഡിയാക്കി വെച്ച് അപ്പം സിമ്മിലാക്കി വെക്കുന്നുണ്ട്, അധികം ഇതാക്കരുത്. ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മയക്കുരു, ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ, നീ എന്തിനു വന്നു? അപ്പോൾ ഇതാ എല്ലാവരെയും ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഭാഗമായിരിക്കും, ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കട്ടെ ആയോന്ന്. അപ്പോൾ എല്ലാ ഭാഗവും നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി ഈ ഭാഗം ഇനി ഈ ഭാഗവും കൂടി അങ്ങനെ നല്ലോണം മൊരിഞ്ഞ് വന്ന് ഇങ്ങനെ കളറ് മാറി വരണം. അപ്പോഴാണ് അതിന് തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ രുചി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ഭാഗവും അങ്ങനെ ആവട്ടെ. അപ്പോൾ ഇതാ ഗൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വാങ്ങാം. കണ്ട നല്ല അടിപൊളിയായിട്ടായിട്ടേണ്ട. അപ്പം നമ്മളെ പുതിയ മെത്തേഡിലുള്ള പഴം നിറച്ചത് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഗൈസ്? അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങി വെക്കട്ടെ. എന്നാലിക്കുരു ചുക്കുരു അല്ലേ? ചുക്കുരു അല്ല. അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതാ ഗൈസ് പുതിയ മെത്തേഡിലുള്ള എൻ്റെ പഴം നിറച്ചത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.